अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം കളിപ്പാട്ടിൻ്റെ വ്യാഖ്യാനത്തിൽ 71 ദിവസമായ ഇന്ന് അങ്കാരവർണ്ണോപാഖ്യാനം എന്നുള്ള ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പാണ്ഡവന്മാർ ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് പറയുന്നത്. ഗംഗാനദിയുടെ തീരത്തേക്ക് അർജുനനാണ് എന്നവരെ മുന്നിലൊരു കത്തുന്ന തീക്കൊള്ളി വീശിക്കൊണ്ട് അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവർ ആ നദിയുടെ തീരത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ തൻ്റെ സ്ത്രീകളുമായിട്ട് കുളിച്ച് കളിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഗന്ധർവനെ അപ്പോൾ അങ്കാരവർണ്ണൻ എന്നാണ് ആ ഗന്ധർവൻ്റെ പേര്. ഇങ്ങനെ വെള്ളത്തിൽ ജലകേളി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ശല്യപ്പെടുത്താൻ വരുമ്പോൾ നമുക്ക് എന്തായാലും ദേഷ്യം വരും. അതുപോലെ ആ ഗന്ധർവന് ദേഷ്യം വന്നു. ആ ഗന്ധർവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരാണ്, എന്താണ് ഈ നേരത്തെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? ഈ സമയം ഞങ്ങൾക്ക് ജലക്രീഡ നടത്താനുള്ള സമയമാണ്. അതുകൊണ്ട് ഈ നേരത്തെ നിങ്ങളിങ്ങനെ വന്നത് ഈ ഹിമവാൻ്റെ സമീപത്തുള്ള ഗംഗാനദീ തീരത്ത് നിങ്ങൾ വന്ന് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് മായ പ്രയോഗങ്ങളിൽ പല അസ്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ചു. അങ്ങനെ അദ്ദേഹം പ്രയോഗിച്ച ആദ്യത്തെ അസ്ത്രങ്ങളെയൊക്കെ ഈ അർജുനൻ തൻ്റെ കയ്യിലുള്ള ഈ കത്തുന്ന തീക്കൊള്ളി കൊണ്ട് തന്നെ നേരിട്ടു എന്നാണ്, അതിനൊക്കെ നശിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെയും അദ്ദേഹത്തിൻ്റെ ആ രഥത്തിനെയും അങ്കാരവർണ്ണൻ്റെ രഥത്തിനെയും ആ അർജുനൻ നശിപ്പിച്ചു. അതിനുശേഷം അഗ്നയാസ്ത്രം കൊണ്ട് അവരെ എല്ലാവരെയും മോഹിപ്പിക്കുകയും ചെയ്തു. നിൻ്റെ തലമുട്ടിക്ക് ചുറ്റിപ്പിടിച്ച് അർജുനൻ അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ഭാര്യയായ കുംഭീനസി ആ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞ് അഭയം അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ യുധിഷ്ഠിരനെ എപ്പോഴും അങ്ങനെയാണല്ലോ, ആരെങ്കിലുമൊക്കെ കരഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് അലിയുന്ന മനസ്സാണ് അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് അദ്ദേഹം അവളെ കരച്ചിൽ കേട്ടിട്ട് ആ ഗന്ധർവനെ വിട്ടയക്കാൻ അർജുനനോട് ആവശ്യപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ ആ ഗന്ധർവനും കരഞ്ഞുകൊണ്ട് അർജുനനോട് പറഞ്ഞു, ഇനി അങ്കാരവർണ്ണൻ എന്ന പേര് ഞാൻ ഉപയോഗിക്കില്ല, കാരണം അങ്ങനെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഇനി എനിക്ക് ആ അങ്ങയുടെ അഗ്നയാസ്ത്രം കിട്ടണം എന്നുണ്ട്. പകരമായിട്ട് ചാക്ഷുഷി എന്ന് പറയുന്ന എൻ്റെ കയ്യിലുള്ളൊരു വിദ്യ ഞാൻ അങ്ങേക്ക് തരാം. അങ്ങനെക്ക് പ്രാണൻ തന്നതാണല്ലോ, പ്രാണരക്ഷണം ചെയ്തവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഈ ചക്ഷുഷി എന്നുള്ള വിദ്യ അങ്ങേക്ക് തരാം എന്ന് പറയുകയാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങക്ക്
ആഗ്രഹിക്കുന്ന എല്ലാ വസ്തുക്കളും ഉടനെ ലഭിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, ഈ പ്രാണരക്ഷണം ചെയ്തതിന് കൂലി വാങ്ങുക എന്നുള്ളത് ശരിയല്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങയിൽ നിന്ന് ആ അഗ്നേയാസ്ത്രം എനിക്ക് തിരിച്ച് പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് ഗന്ധർവൻ വാങ്ങി പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സുഹൃത്തുക്കളായി. ഇനി അങ്ങയുടെ കീർത്തി എല്ലാ ലോകത്തിലും വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഗന്ധർവനും പറഞ്ഞു, എന്തായാലും എൻ്റെ രഥം അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ ചിത്രരഥൻ എന്ന പേരിൽ അറിയപ്പെടാം എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ആ ഗന്ധർവൻ ഇവരോട് പറഞ്ഞു, എപ്പോഴും എന്തുകൊണ്ട് അല്ല, അപ്പോൾ ഇവർ ഗന്ധർവനോട് ചോദിച്ചു, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ രാത്രിയിൽ സഞ്ചരിക്കുന്നവരോട് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലേ രാജാവേ, എപ്പോഴും ബ്രാഹ്മണരാണ് മുന്നിൽ നടക്കേണ്ടത്, ബ്രാഹ്മണരുടെ പിന്തുടർന്നുകൊണ്ടല്ലാതെ ഇങ്ങനെ നിങ്ങളൊന്നും സഞ്ചരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ബ്രാഹ്മണരല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും യക്ഷരാക്ഷസ ഗന്ധർവ പിശാചുകളൊക്കെ ആക്രമിക്കുന്നത് ഈ ബ്രാഹ്മണരെ മുൻനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതുണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങളും ഇനി നല്ലൊരു ബ്രാഹ്മണനെ പുരോഹിതനായി സ്വീകരിച്ച് വേണം ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ എന്നു പറഞ്ഞു എന്നും, ഇനി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് താപത്യാഗാർത്ഥം ഒരു താപസോത്തമൻ തന്നെ താപത്യന്മാരെ എന്ന് അദ്ദേഹം ഇവരെ വിളിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ താപത്യന്മാരെ എന്ന് വിളിച്ചപ്പോൾ ആരാണ് ഈ താപത്യൻ, ആ കഥ എനിക്ക് പറഞ്ഞു തരൂ എന്ന് യുധിഷ്ഠിര മഹാരാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നീട് ആ തപതീ സംവരണന്മാരുടെ കഥ വർണ്ണിക്കുന്നതാണ് അടുത്ത ദിവസം ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം.